Good morning. Good morning, ma'am. Morning. Morning. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു ചാപ്റ്റർ? Good morning. Good morning. മോർച്ചറി സർവീസ് ആരോ നമ്മൾ എടുത്തതല്ലേ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ നീഡ് തുടങ്ങിയില്ലേ പറയേണ്ടത്? വായിച്ചായിരുന്നോ ഇൻട്രൊഡക്ഷൻ? അയച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ. ഓക്കെ, പേജ് നമ്പർ 58 കേട്ടോ, 58, ചാപ്റ്റർ 10 മോർച്ചറി സർവീസ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് നീഡ് ഫോർ മോർച്ചറി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ കേട്ടോ. നീഡ് ഫോർ മോർച്ചറി. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ that a suitable provision shall be made a dubious place where the dead body can be placed pending final disposal or to rule out the causes of death. എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? എന്താണ് ഡുബിയസ് പ്ലേസ് എന്ന് പറഞ്ഞാല്? ഡുബിയസ് എന്ന് പറഞ്ഞാൽ എന്താ? മോർച്ചറിയുടെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കും? അധികം ആരുടെയും ശ്രദ്ധ എത്താൻ പറ്റാത്ത തക്ക രീതിയിലല്ലേ? അല്ലെ? അങ്ങനെ ഒരു സെപ്പറേറ്റ് പ്ലേസിലായിരിക്കും അല്ലെ? ഡുബിയസ് പ്ലേസ് എന്ന് പറഞ്ഞാല് ആരുടെയും അധികം ശ്രദ്ധ പറ്റാത്ത രീതിയിലുള്ള പ്ലേസുകള്. അപ്പൊ അതിനെയാണ് ഡുബിയസ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലായിരിക്കും എന്ത് സ്ഥാപിക്കുന്നത്? മോർച്ചറി സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മോർച്ചറി? എന്തിനാണ്? ഡെഡ് ബോഡീസ് പ്ലേസ് ചെയ്യാനല്ലേ? ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനായിരിക്കും? ഫൈനൽ ഡിസ്പോസൽ അല്ലെ? ഒന്നല്ലെങ്കിൽ എങ്ങനെയാണ്? ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മരണകാരണം, കോസസ് ഓഫ് ഡെത്ത് അറിയാൻ വേണ്ടിയിട്ടാവാം. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? അപ്പോ മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഡ്യൂബിയസ് പ്ലേസിലായിരിക്കും. അധികം ആരുടെയും ശ്രദ്ധ എത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് അതിലായിരിക്കും, അവിടെ ആയിരിക്കും മോർച്ചറിയുടെ ലൊക്കേഷൻ വരുന്നത്. മോർച്ചറിയില് നമ്മുടെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോസസ് ഓഫ് ഡെത്ത് അറിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? A precisely planned mortuary complex is beneficial to all those who come in contact with these, that is, police, doctors, medical students, staff, and relatives of the death. എന്താണ് ഈ മോർച്ചറി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ മോർച്ചറിയുടെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയുന്നത് കെയർഫുൾ ആയിട്ട്, പ്രീസിസ്ലി എന്ന് പറഞ്ഞാല് കെയർഫുൾ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു കോംപ്ലക്സ്, മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കേണ്ടത്. പ്രീസിസ്ലി എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം ഓരോ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണ് ഇത് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്? ബെനിഫിഷ്യൽ ടു ഓൾ ദോസ് ഹു കം ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ് അല്ലെ? ആർക്കൊക്കെയാണ്? പോലീസ്, ഡോക്ടേഴ്സ്,
മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫ് ആൻഡ് റിലേറ്റീവ്സ്, മരിച്ച ആളുടെ റിലേറ്റീവ്സ്, അതൊക്കെയാണ് അവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു കോംപ്ലക്സ് കാരണം നല്ല രീതിയിലുള്ള ബെനഫിഷ്യൽ ആയിട്ട് മാറുന്നത് കേട്ടോ. അപ്പോ റേസസിൽ എന്ന് പറഞ്ഞാല് കൃത്യമായിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം ഓരോ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ബെനഫിഷ്യൽ ആയിട്ടായിരിക്കും. ഇങ്ങനെയുള്ളൊരു കോംപ്ലക്സ് ഉള്ളത് കാരണം ബെനഫിഷ്യൽ എന്ന് പറയുന്നത് ആർക്കൊക്കെ ആയിരിക്കും? പോലീസിന്, ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, സ്റ്റാഫിന് ആൻഡ് റിലേറ്റീവ്സ്. ക്ലിയർ അല്ലേ? ഇനി തേർഡ് പോയിന്റ് നോക്കിയേ. Provision of mortuary facilities and service in a hospital also has an important bearing with regard to public relation of the hospital. ഇങ്ങനെ നല്ല രീതിയിലുള്ള മോർച്ചറി സർവീസുകള്, അതുപോലെ തന്നെ ഫെസിലിറ്റീസ്, സൗകര്യങ്ങള്, മോർച്ചറി സർവീസുകളും അതുപോലെ തന്നെ ഫെസിലിറ്റീസും നൽകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റലും പബ്ലിക്കിനുമായിട്ട് അല്ലെങ്കിൽ പീപ്പിൾസിനുമായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ മരണകാരണമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മോർച്ചറി സർവീസ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. മറ്റു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറയും. മോർച്ചറിയിലുള്ള മറ്റു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറയും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള മോർച്ചറി സർവീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പബ്ലിക്കും ഹോസ്പിറ്റലുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലാസ്റ്റ് പോയിന്റ്? മച്ച് ഓഫ് ദ സെന്റിമെന്റ്സ് വാല്യൂ are attached to the dead body of the person with socio and medico-legal importance attached to the mortuary of the hospital. Therefore, establishment and management of a mortuary is of significance to every hospital. അപ്പൊ എന്താ പറയുന്നത്? രണ്ട് രീതിയിലുള്ള കേസസുകൾ വരാം അല്ലെ. രണ്ട് രീതിയിലുള്ള അപ്രോച്ചുകളാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് എന്താണ്, നമ്മളൊരു റിലേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അത് സോഷ്യൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അല്ലെ. സെന്റിമെന്റൽ, നമുക്ക് വളരെ സങ്കടം തോന്നുന്ന സെന്റിമെന്റൽ ആയിട്ടുള്ള അപ്രോച്ച് ആണ് സോഷ്യൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് കേസസുകളും വരാം, മെഡിക്കോ ലീഗൽ കേസസുകളും വരാം അല്ലെ. രണ്ട് രീതിയിൽ മരണങ്ങൾ സംഭവിക്കാം. ഹോസ്പിറ്റലിൽ കിടന്ന് നമ്മളെ റിലേറ്റീവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സോഷ്യൽ അപ്രോച്ച് ആയിട്ട് മാറും. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ അപ്രോച്ചുകളും അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസസുകളും അവിടെ വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കേസസുകളൊക്കെ മോർച്ചറിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച അല്ലെങ്കിൽ അപ്പോ മരണകാരണം അറിയാനായിട്ട് പറ്റും. മറ്റുള്ളവരുടെ എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ കോസസ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമിനേഷനോ ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മോർച്ചറിയിലോട്ടാണ് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. Therefore, establishment and management of mortuary. അതുപോലെ തന്നെ മോർച്ചറിയുടെ എസ്റ്റാബ്ലിഷ്മെന്റും മാനേജ്മെന്റും ഓരോ ഹോസ്പിറ്റലിലും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോർച്ചറി ഉള്ളത്. വലിയ ഹോസ്പിറ്റലില് മോർച്ചറി ഉള്ളത്, അതിന്റെ മാനേജ്മെന്റും അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള പല കേസസുകളും അവിടെ കൊണ്ടുവന്ന് നമുക്ക് പല ഇൻവെസ്റ്റിഗേഷനും ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. മരിച്ച കാരണങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പല ഇൻവെസ്റ്റിഗേഷൻ നടത്താം, എക്സാമിനേഷൻ നടത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മോർച്ചറിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആയാലും മാനേജ്മെന്റ് ആയാലും വലിയൊരു കാര്യം, പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എല്ലാ ഹോസ്പിറ്റലുകൾക്കും. ക്ലിയർ ആയോ? 4 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അധികം ഇമ്പോർട്ടൻസ് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് ആ 4 പോയിന്റ്സ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഫസ്റ്റ് പറഞ്ഞത് മോർച്ചറി എന്താണ്? ഒരു ഡ്യൂബിയസ് പ്ലേസ്, സെപ്പറേറ്റ് ആയിട്ടല്ലേ, ആരുടെയും ശ്രദ്ധ അധികം എത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്ലേസിലാണ് മോർച്ചറി സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മോർച്ചറി എന്ന് പറയുന്നത് നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാനായിട്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് മോർച്ചറിയില്? മരണകാരണം അറിയാനായിട്ട്, അതുപോലെ തന്നെ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അവിടെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്.
വെക്കുന്നത്. അതുപോലെ മോർച്ചറി കൃത്യമായിട്ട് അല്ലെങ്കിൽ എന്താണ് കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കോംപ്ലക്സ് മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കേണ്ടത്. അത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണ്? ഡോക്ടേഴ്സിന്, അതുപോലെ പോലീസിന്, മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, സ്റ്റുഡൻസിന്, സ്റ്റാഫുകൾക്ക്, അതുപോലെ തന്നെ മരിച്ച ആളുടെ റിലേറ്റീവ്സിന്. അതുപോലെ നല്ലൊരു പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നല്ല രീതിയിൽ 2 കേസസുകളാണ് നമ്മൾ പറഞ്ഞത്, സോഷ്യൽ ആയിട്ടുള്ളതും മെഡിക്കോ ലീഗൽ കേസസുകളും വരുന്നുണ്ട്. സോഷ്യൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ റിലേറ്റീവ്സ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്താണ് ഡെഡ് ബോഡീസ് മാറ്റി വെക്കുന്നു അല്ലെ, സൂക്ഷിച്ചു വെക്കാനായിട്ട് ഫയൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് നമ്മൾ മോർച്ചറിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണകാരണം അറിയാനായിട്ട്, അതുപോലെ പല ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് മോർച്ചറിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോർച്ചറിയുടെ എസ്റ്റാബ്ലിഷ്മെന്റും മാനേജ്മെന്റും ഈ ഹോസ്പിറ്റലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ക്ലിയർ ആയോ? 4 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് 2 കാര്യങ്ങളാണ്. സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസുകളും വരാം. സോഷ്യൽ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ റിലേറ്റീവ് ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെഡ് ബോഡി സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയായിരിക്കാം? ഇപ്പൊ റിലേറ്റീവ് ഒക്കെ പുറത്താണെങ്കിലും എന്താണ്, അവർ വരാൻ വേണ്ടിയിട്ട് നമ്മള് മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള മരണകാരണം അറിയാനായിട്ട് എത്ര ടൈമിംഗ് അറിയാം, മരിച്ചതിന്റെ ടൈമിങ്, അതുപോലെയുള്ള പല ഇൻവെസ്റ്റിഗേഷൻസും എങ്ങനെയാണ് മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടാണ് അല്ലെ. സൂക്ഷിച്ചു വെച്ച് അതിനുള്ള ഫലം നമ്മൾ നടത്താറുണ്ട്, പല കേസസുകളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാറുണ്ട്. പാത്തോളജിസ്റ്റ് ആയാലും ഫോറൻസിക് വിദഗ്ധരായാലും വന്ന് അവിടെ എന്താണ് മരണകാരണം അറിയാറുണ്ട് മെഡിക്കോ ലീഗൽ കേസസുകൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മെഡിക്കോ ലീഗൽ കേസസുകൾ ആയാലും സോഷ്യൽ സെന്റിമെന്റൽ ആയിട്ടുള്ള, സെന്റിമെന്റൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ അപ്രോച്ച് ആണ്. നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും മോർച്ചറിയിലാണ്. 2 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 കാര്യങ്ങളും സോഷ്യൽ ആയാലും മെഡിക്കോ ലീഗൽ കേസുകൾ വന്നാലും മോർച്ചറിയിലാണ് ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മോർച്ചറിയുടെ എസ്റ്റാബ്ലിഷ്മെന്റും മാനേജ്മെന്റും നല്ല ഒരു പ്രധാനപ്പെട്ട ഈ ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലിലും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ്. ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫങ്ഷൻസ് പറഞ്ഞോട്ടെ മിസ്, നീട് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഫങ്ഷൻസ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, ടു conserve the dead body till the formalities of the handover of deceased is completed. എന്താണ് കൺസേർവ് എന്ന് പറഞ്ഞാല്? കൺസേർവ് എന്താ മീനിങ്? വെരി ഗുഡ്, സൂക്ഷിക്കുക അല്ലെ, കീപ്പ് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക. ഇനി ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസീസ്ഡ് എന്തായിരിക്കും? മരണമടഞ്ഞ അല്ലെ, മരണമടഞ്ഞ. ഓക്കെ, മരണമടഞ്ഞ വ്യക്തികള്. ഓക്കെ, അപ്പോ ടു കൺസേർവ് ദ ഡെഡ് ബോഡി till the formalities of the handing over of deceased is completed. എന്താണ്? മരണമടഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡി കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഫോർമാലിറ്റീസ് കഴിയുന്നത് വരെ നമ്മൾ എവിടെയാണ് കീപ്പ് ചെയ്ത് വെക്കുന്നത്? ഡെഡ് ബോഡി എവിടെ കീപ്പ് ചെയ്ത് വെക്കും? പെട്ടെന്ന് ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോർച്ചറിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. ഒരാള് പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ അപ്പോ തന്നെ നമുക്ക് റിലേറ്റീവ്സിന് ഡെഡ് ബോഡി വിട്ടു കൊടുക്കാറുണ്ടോ? ഇല്ല അല്ലെ.
അതിനെ കുറച്ച് ഫോർമാലിറ്റീസും പ്രൊസീജിയറും ഉണ്ട്. അത് കഴിയുന്നത് വരെ, ആ ഫോർമാലിറ്റീസും പ്രൊസീജിയറൊക്കെ കഴിയുന്നത് വരെ ഈ മരണമടഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡി നമ്മള് മോർച്ചറിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. മരണമടഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡി കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കഴിയുന്നത് വരെ നമ്മള് മോർച്ചറിയിലാണ് ആ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുന്നത്. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. To keep the dead body unclaimed till the relative claim and take it away for final disposal. Usually, bodies that are not claimed are kept for 72 hours, and unless claimed till that period, disposal of the dead body is done in keeping with the existing policy of the hospital and as far as law of land. എന്താണ് ഇപ്പോ നമ്മുടെ മോർച്ചറിയിൽ വന്നിരിക്കുന്ന ഡെഡ് ബോഡീസ് ഇപ്പോ ക്ലെയിംഡ് ഉണ്ടാവും, അൺക്ലെയിംഡ് ഉണ്ടാവും. ക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ്സ് തിരിച്ചറിഞ്ഞ. ഓക്കെ, ക്ലെയിംഡ് എന്ന് പറഞ്ഞാല് ആ ബോഡി ആരുടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അൺക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? തിരിച്ചറിയാത്ത ഡെഡ് ബോഡീസും ഉണ്ടാവും. ഉണ്ടാവില്ലേ മോർച്ചറിയില്? രണ്ട് തരത്തില് ഡെഡ് ബോഡീസ് വരാം അല്ലെ? ക്ലെയിംഡ് ആയിട്ടുള്ളതും അൺക്ലെയിംഡ് ആയിട്ടുള്ളതും. ഇനി അൺക്ലെയിംഡ് ആയിട്ടുള്ളത് റിലേറ്റീവ്സ് ക്ലെയിം ചെയ്ത തിരിച്ചറിഞ്ഞ ഡെഡ് ബോഡീസ് ആണെങ്കിൽ അവർക്ക് എന്തിനു കൊടുക്കും? Take it away for final disposal. ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് റിലേറ്റീവ്സിന് വിട്ടുകൊടുക്കും. ഇനി ക്ലെയിം ചെയ്യാത്തത് നോട്ട് ക്ലെയിംഡ്, അൺക്ലെയിംഡ് ആയിട്ടുള്ള തിരിച്ചറിയാത്ത ഡെഡ് ബോഡീസ് ആണെങ്കിൽ 72 മണിക്കൂർ വരെ മോർച്ചറിയിൽ അത് സൂക്ഷിച്ചു വെക്കും. ഓക്കെ, ആരെങ്കിലും വരോ തിരിച്ചറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് 72 മണിക്കൂർ വരെ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കും. ഇനി 72 മണിക്കൂറിന് ശേഷം ആരും വന്നില്ല, ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പോസൽ ഓഫ് ദ ഡെഡ് ബോഡി ഈസ് ഡൺ ഇൻ കീപ്പിംഗ് വിത്ത് ദ എക്സിസ്റ്റിംഗ് പോളിസി ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ആസ് ഫാർ ആസ് ലോ ഓഫ് ലാൻഡ്. എന്താണ് ലോ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിലവില് നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്ന ലോ, അതിനെയാണ് ലോ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ എഴുതി വെക്കാം, അറിയാത്തവർ എഴുതി വെക്കാം. നിലവിൽ നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്ന ലോ, നിയമം. ഓക്കെ, അപ്പൊ 72 മണിക്കൂറിനുള്ളില് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, ഡെഡ് ബോഡീസ് ആരും കൊണ്ടുപോകാൻ വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റിംഗ് പോളിസി അനുസരിച്ച് അതുപോലെ തന്നെ ലോ ഓഫ് ലാൻഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പോസൽ ചെയ്യുന്നു. ക്ലിയർ ആയോ? ലോ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാല് നിലവിൽ നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്ന ലോ. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഒന്നുകൂടി മിസ് പറയാം കേട്ടോ. നമ്മുടെ മോർച്ചറിയില് 2 ഡെഡ് ബോഡീസ് ആണ് വരുന്നത്. ക്ലെയിം ചെയ്തതും അൺക്ലെയിംഡ് ആയിട്ടുള്ളതും, ആരും തിരിച്ചറിയാത്തതും. അപ്പൊ ക്ലെയിം ചെയ്തത് റിലേറ്റീവ്സ് ക്ലെയിം ചെയ്തത് തിരിച്ചറിഞ്ഞതാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് അവർക്ക് ഡെഡ് ബോഡീസ് വിട്ടുകൊടുക്കും. ഇനി അൺക്ലെയിംഡ് ആയിട്ടുള്ളത് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 72 മണിക്കൂർ വരെ അവിടെ സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റിംഗ് പോളിസി അനുസരിച്ച് അതുപോലെ തന്നെ ലോ ഓഫ് ലാൻഡ് നിലവില് നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്ന നിയമപ്രകാരം അത് ഡിസ്പോസൽ ചെയ്ത് കളയും. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ പോയിന്റ്. ഈ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓർത്ത് വെക്കണം കേട്ടോ, 72 മണിക്കൂർ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി എന്താണ്? ടു റിസീവ്, തേർഡ് പോയിന്റ് നോക്കിക്കോളൂ കേട്ടോ.
To receive and store dead body requires postmortem examination. അല്ലെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോർച്ചറിയിലേക്ക് ഡെഡ് ബോഡി റിസീവ് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി എന്താണ്? ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. ഇനി മെഡിക്കോ ലീഗൽ കേസസുകൾ വരുമ്പോ എന്താണ്? നമ്മുടെ മോർച്ചറിയിലോട്ടാണ് അല്ലെ ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ മെഡിക്കോ ലീഗൽ കേസസുമായിട്ട് ബന്ധപ്പെട്ട ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യണം. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? വെറുതെ പോസ്റ്റ്മോർട്ടം ചെയ്യും അവര്. എങ്ങനെയാ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? ആരുണ്ടാവും ഇങ്ങനെ മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വരുമ്പോ? ആരാ വരാം? ആരൊക്കെ ഉണ്ടാവും? വെരി ഗുഡ്, പോലീസ് ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ പോലീസാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ ഇവരുടെ അതുപോലെ തന്നെ എന്താണ് ലീഗൽ അതോറിറ്റിയുടെ സ്ട്രിക്റ്റ് റിക്വസ്റ്റ് പ്രകാരമായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. പോലീസ് ഉണ്ടാവില്ലേ, അവരൊക്കെ പറയുന്നത് അനുസരിച്ചിട്ട് അവരുടെ സ്ട്രിക്റ്റ് റിക്വസ്റ്റ് പ്രകാരം മാത്രമായിരിക്കും ഈ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്? ടു ഗിവ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. ഡെഡ് ബോഡീസ് അവരെ ഡെഡ് ബോഡീസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനവുമായിട്ട് അല്ലെ ടീച്ചിങ് പ്രോഗ്രാംസ് കണ്ടിട്ട് ചെയ്യാറുണ്ട് ഇല്ലേ? പഠിക്കാറില്ലേ ഡെഡ് ബോഡീസ്? കണ്ടിട്ടില്ലേ നിങ്ങൾ സിനിമയിലൊക്കെ? ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി എന്താണ്? The type of dead body preserved in the mortuary can be classified as. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നോൺ മെഡിക്കോ ലീഗൽ ഉണ്ട്, മെഡിക്കോ ലീഗൽ കേസസുകൾ വരാം അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ രണ്ട് തരത്തില് മോർച്ചറിയിലെ ഡെഡ് ബോഡീസ് വരാം. മെഡിക്കോ ലീഗൽ കേസസുകളും നോൺ മെഡിക്കോ ലീഗൽ കേസസുകളും വരാം. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പഠിച്ചില്ലേ? എന്താണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്? എന്താണ്? ഇങ്ങനെ റിലേറ്റീവ്സിന് മരിച്ച ആളുടെ ഡെഡ് ബോഡീസ് വിട്ടുകൊടുക്കാനായിട്ട് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് മോർച്ചറിയിലാണ്. അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള ഡെഡ് ബോഡീസ് ആണ് നമ്മുടെ മോർച്ചറിയിലോട്ട് വരുന്നത്. ക്ലെയിംഡ് ആയിട്ടുള്ളതും അൺക്ലെയിംഡ് ആയിട്ടുള്ളതും. ക്ലെയിംഡ് ആയിട്ടുള്ളത് എന്താണ്? റിലേറ്റീവ്സിന് അവർ തിരിച്ചറിഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ റിലേറ്റീവ്സിന് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി കൊടുക്കും. അതുപോലെ ഇപ്പൊ നോട്ട് ക്ലെയിംഡ് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡി ആണെങ്കിൽ 72 മണിക്കൂർ വരെ അവിടെ സൂക്ഷിച്ചു വെക്കും. ഇനി അതിനുശേഷം ആരും വന്നിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റിംഗ് പോളിസി പ്രകാരം ലോ ഓഫ് ലാൻഡ് പ്രകാരം ഡിസ്പോസൽ ചെയ്ത് കളയും. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റ്മോർട്ടത്തിന്റെ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡെഡ് ബോഡീസ് റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മോർച്ചറിയിലാണ്. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസുകൾ വന്നാല് ലീഗൽ അതോറിറ്റിയുടെ സ്ട്രിക്റ്റ് റിക്വസ്റ്റ് പ്രകാരമായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അതുപോലെ തന്നെ ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്താണ്? രണ്ട് ടൈപ്പ് ഓഫ് കേസസുകളാണ് മോർച്ചറിയിലോട്ട് വരുന്നത്, നോൺ മെഡിക്കോ ലീഗൽ ആൻഡ് മെഡിക്കോ ലീഗൽ കേസസുകൾ. ക്ലിയർ ആയോ ഫങ്ഷൻസ്? വായിച്ചു നോക്കിയ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അയച്ചു കഴിഞ്ഞാൽ തമ്പിട്ടാ മതി കേട്ടോ, കമന്റ് ഇട്ടാ മതി.
ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ലൊക്കേഷൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് പ്ലാനിങ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് അതിൽ പഠിക്കാനുള്ളത്. ലൊക്കേഷൻ നമുക്കറിയാം എങ്ങനെയുള്ളതാണ് മോർച്ചറിയുടെ ലൊക്കേഷൻ. അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റ്സ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്കാം ലൊക്കേഷൻ. The location should be in a dubious, obscure place in a separate building to where the dead bodies can be reached in a non-disturbing way. There should be easy access from wards, ICU, OT, emergency and pathology department. അപ്പൊ എങ്ങനെയുള്ള ലൊക്കേഷൻ ആയിരിക്കും മോർച്ചറിയുടെ? അറിയാൻ പറ്റോ? എങ്ങനെയുള്ളതാവണമെന്നാണ് നമ്മൾ പഠിച്ചത്? ഡ്യൂബിയസ് പ്ലേസ് അല്ലെ, അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പെടാൻ പറ്റാത്ത അല്ലെ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കണം അല്ലെ മോർച്ചറിയുടെ അല്ലെ. ഡ്യൂബിയസ് പ്ലേസ് പോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂബിയസ് പ്ലേസ്, അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പറ്റാത്ത രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം. അതുപോലെ എന്താണ് നോൺ ഡിസ്റ്റർബിങ് അല്ലെ. നോൺ ഡിസ്റ്റർബിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഡിസ്റ്റർബിങ് ശല്യം ചെയ്യാൻ പറ്റാത്ത അല്ലെ, അല്ലെങ്കിൽ ശല്യത്തിന് ആരും ശല്യം ചെയ്യാൻ വരാത്ത രീതിയിലുള്ളൊരു പെട്ടെന്ന്, എന്നിരുന്നാലും പെട്ടെന്ന് നമുക്ക് അതിനെ കണ്ടെത്താൻ, പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മോർച്ചറിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഡ്യൂബിയസ് പ്ലേസ്, സെപ്പറേറ്റ് ബിൽഡിംഗ്, അതുപോലെ നോൺ ഡിസ്റ്റർബിങ് അല്ലെ, അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പറ്റാത്ത രീതിയിൽ, അതുപോലെ സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം മോർച്ചറിക്ക് വേണ്ടത്. അതുപോലെ തന്നെ ആരും ശല്യം ചെയ്യാൻ വരാത്ത രീതിയിൽ, എന്നിരുന്നാൽ കൂടിയും പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് റീച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ. പിന്നെന്താണ്? There should be easy access from ward. എന്തിനൊക്കെയാണ് പെട്ടെന്ന് സമീപിക്കാൻ പറ്റുന്ന രീതിയിൽ? ഏതിനൊക്കെയാണ്? വാർഡിന്, അതുപോലെ തന്നെ ICUവിന്. OT എന്താ? OT ഓർമ്മയുണ്ടോ പഠിച്ചത്? OT എന്താണ്? OTയുടെ ഫുൾ ഫോം ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ വാർഡ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റിന് പെട്ടെന്ന് സമീപിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം മോർച്ചറിയുടെ ലൊക്കേഷൻ വരുന്നത്. ക്ലിയർ ആയോ? എന്താണ്? അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പെടാത്ത രീതിയിലും ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം. ഒബ്സ്ക്യൂറിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും? ഓക്കെ. അപ്പൊ എന്താണ്? അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പെടാത്ത രീതിയിൽ സെപ്പറേറ്റ് ബിൽഡിംഗ് വേണം. പിന്നെന്താണ്? നോൺ ഡിസ്റ്റർബിങ് അല്ലെ, അധികം ആരുടെയും ശല്യം ഇല്ലാത്ത രീതിയിൽ, എന്നിരുന്നാൽ കൂടിയും പെട്ടെന്ന് ആളുകൾക്ക് റീച്ച് ചെയ്യാൻ പറ്റണം. പിന്നെന്താണ്? ഏതിനൊക്കെയാണ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയുള്ള രീതിയിൽ ഏതിനൊക്കെയാണ് വേണ്ടത്? വാർഡിന്, അതുപോലെ തന്നെ ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയ്ക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മോർച്ചറിയുടെ ലൊക്കേഷൻ. ക്ലിയർ ആയോ? ലൊക്കേഷൻ നമ്മൾ പഠിച്ച, ആദ്യം മുതലേ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് അടിയിലൊന്ന് പഠിച്ചു വെച്ച് മാർക്ക് ചെയ്ത് വെച്ചേ. Last point, there should be easy access from ward, ICU, OT, emergency and pathology department. Just ഒന്ന് ഓർമ്മ വെച്ചാൽ മതി കേട്ടോ, ഇതിനൊക്കെയാണ് ഈസി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ക്ലിയർ ആയോ ലൊക്കേഷൻ? ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ഓക്കെ ആണ്. ഇനി സ്പേസ് റിക്വയർമെന്റ്സ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് സ്പേസ് റിക്വയർമെന്റ്സ് എന്നുള്ളത് കേട്ടോ. റിലേസ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ദ വർക്ക് ലോഡ്. വർക്ക് ലോഡും അതുപോലെ തന്നെ സൈസ്, അതുപോലെ ടൈപ്പ്,
ഇത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എത്ര സ്പേസ് മോർച്ചറിക്ക് വേണം അല്ലെങ്കിൽ മോർച്ചറി ഏരിയക്ക് വേണം എന്ന് തീരുമാനിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ സൈസ്, ടൈപ്പ്, വർക്ക് ലോഡ് ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിക്ക് എത്ര സ്പേസ് വേണം എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്, ഒരു ഹോസ്പിറ്റലിന് എത്ര സൈസ് ഉണ്ട്, എത്ര ടൈപ്പ് ആണ്, അതുപോലെ തന്നെ വർക്ക് ലോഡ്, അതൊക്കെ അനുസരിച്ചിട്ടാണ് ഒരു ഹോസ്പിറ്റലിന്റെ മോർച്ചറിക്ക് എത്ര ഏരിയ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ് അടുത്തത്. The Committee on Plan Projects, Expansive OPP. ഇമ്പോർട്ടന്റ് ആണ്, അടിയിൽ മാർക്ക് ചെയ്ത് വെക്കാം, അടിയിൽ വരച്ച് വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. Committee on Plan Projects has recommended an area of 6 to 8 square feet per bed as a general guidelines. അപ്പോ ഓരോ ഹോസ്പിറ്റലിലും പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലേ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര സ്പേസ് വേണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നത്. റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുപാർശ ചെയ്യുക. അപ്പൊ ശുപാർശ ചെയ്യുന്നത് ആരായിരിക്കും? COPP ആണ്. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണ്. ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. റേഡിയോളജി, ഓർത്തോ, ENT, പീഡിയാട്രിക് അല്ലെ, പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിലും അതിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് പീഡിയാട്രിഷ്യന് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നുള്ളത്, എത്ര ഏരിയ വേണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മോർച്ചറിക്കും സ്പേസ് ഉണ്ടല്ലേ. സ്പേസ് ഉണ്ട്. ആ സ്പേസ് തീരുമാനിക്കുന്നത് COPP ആണ്. ഓക്കെ, അപ്പോ എന്താണ്? ഒരു ബെഡ്, പെർ ബെഡിന് എത്ര വേണം? 6 to 8 സ്ക്വയർ ഫീറ്റ് ആവശ്യമാണ്. ഇവരാണ് അത് ശുപാർശ ചെയ്യുന്നത്. ക്ലിയർ ആയോ? കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. COPP എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. അതുപോലെ 6 to 8 സ്ക്വയർ ഫീറ്റ് പെർ ബെഡ് എന്നുള്ളതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ പഠിച്ചത് പ്ലാനിങ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. രണ്ട് കാര്യങ്ങളാണ്, ലൊക്കേഷൻ അതുപോലെ സ്പേസ് റിക്വയർമെന്റ്സ്. ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങളും. ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷണൽ ഏരിയാസ്. ഫങ്ഷണൽ ഏരിയാസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാല് എൻട്രൻസ്. എൻട്രൻസിനെയാണ് പോർട്ടിക്കോ എന്ന് പറയുന്നത് കേട്ടോ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, എൻട്രൻസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആംപിൾ പാർക്കിംഗ് ഏരിയ വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. അത് മീറ്റർ സ്ക്വയർ ആണ്. Okay, meter square for vehicle should be facilitated at a entrance to the body store in order to protect from wet weather and screen from adjacent area with the access to secondary road or parking area. എന്താണ്? എൻട്രൻസ് വേണോ അല്ലെ? നമ്മുടെ ഡെഡ് ബോഡീസ് കൊണ്ടുപോകാനായിട്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആക്സിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർച്ചറിയിലേക്കാണ് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ആംപിൾ പാർക്കിംഗ് ഏരിയ, ആവശ്യത്തിനുള്ള പാർക്കിംഗ് സ്പേസ് അല്ലെ, വിപുലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ വേണം. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കവർ ചെയ്തിരിക്കേണ്ടത്? കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 മീറ്റർ സ്ക്വയർ. 18 മീറ്റർ സ്ക്വയറോളം കവർ ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ ആംപിൾ പാർക്കിംഗ് ഏരിയ വേണം. അതെങ്ങനെയാണ്? കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 മീറ്റർ സ്ക്വയർ. 18 മീറ്റർ സ്ക്വയറോളം കവർ ചെയ്ത ഏരിയ വേണം.
ഓക്കെ, ഇനി എന്താണ്? For the vehicle should be facilitated at the entrance to the dead body store in order to protect from wet weather. എന്താണ് wet weather എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? നനവുള്ള റെയിൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മള് ആക്സിഡന്റ് എമർജൻസിയിൽ പഠിച്ചില്ലേ, ഇപ്പൊ ഡെഡ് ബോഡീസ് ഇറക്കുമ്പോഴും അതുപോലെ ഡെഡ് ബോഡീസ് അല്ല, പേഷ്യൻസിനെ ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലേ, ഷെൽട്ടർ വേണമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ മോർച്ചറിയിലും എന്തുണ്ട്, ഡെഡ് ബോഡീസിനെ ഇറക്കുമ്പോഴോ അല്ലെങ്കിൽ കയറ്റുമ്പോഴോ മഴയൊക്കെ നനയുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അവിടെ ആവശ്യമാണ് എൻട്രൻസിൽ. ഇനി എന്താണ്? and screen from adjacent area with an access to secondary road or parking area. ഇനി എന്താണ്? ഇനി നമ്മള് മോർച്ചറി ഒരു സെപ്പറേറ്റ് പ്ലേസിലാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ അടുത്തൊക്കെ വല്ല ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ആളുകളൊക്കെ കടന്നു പോകുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്നതൊക്കെ ഏറ്റുന്നതും ഇറക്കുന്നതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, മനസ്സിൽ പ്രയാസം വരാം അല്ലേ. അപ്പൊ അങ്ങനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻ വെച്ച് അത് മറച്ചിരിക്കണം. അവിടെ ക്ലിയർ ആയോ? മറ്റ് ഏരിയകളിലെ ഉള്ള ആൾക്കാര് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യണം? സ്ക്രീൻ വെച്ച് മറയ്ക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോയിൽ പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? വിപുലമായ ആംബിൾ പാർക്കിംഗ് ഏരിയ വേണം. എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്? 18 മീറ്റർ സ്ക്വയറോളം കവർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡെഡ് ബോഡീസ് കൊണ്ടുപോകുമ്പോ നനയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതനുസരിച്ച് ഡെഡ് ബോഡീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ അവിടെ വേണം. അതുപോലെ തന്നെ എന്താണ്? മറ്റ് ഏരിയയിലുള്ള ആളുകൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനപ്രയാസമൊക്കെ വരാം. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ ഏരിയ സ്ക്രീൻ വെച്ച് മറച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് ആണ് റിസപ്ഷൻ. റിസപ്ഷൻ ഏരിയ അല്ലെ. ഓക്കെ, റിസപ്ഷൻ. The place where bodies are observed and documents examined. It should be easily reachable and approachable. എന്തായിരിക്കാം? എന്താ മനസ്സിലായത് വായിച്ചപ്പോ? റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Dead bodies are observed and documents examined. Dead bodies നെ നിരീക്ഷിച്ച് അല്ലെ, മോർച്ചറിയിലേക്ക് കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? അത് നിരീക്ഷിച്ച് അതിന് ആവശ്യമായിട്ടുള്ള രേഖകള് എക്സാമൈൻ ചെയ്യുന്നു. ഇവിടെ റിസപ്ഷനില്. ക്ലിയർ ആയോ? കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസിനെ നിരീക്ഷിച്ച് കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എക്സാമൈൻ ചെയ്യുന്നു. ഇനി എന്താണ്? ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. ഓക്കെ, ഇതറിയാലോ, ഈസിലി റീച്ചബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ അപ്രോച്ചബിൾ സമീപനം, പെട്ടെന്ന് സമീപിക്കാൻ പറ്റുന്നതും ഈസിലി റീച്ചബിൾ ആയിരിക്കണം. ക്ലിയർ ആയില്ലേ? റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊണ്ടുവരുന്ന ഡെഡ് ബോഡീസിന്റെ കാര്യങ്ങള് നിരീക്ഷിച്ച് എക്സാമിനേഷൻ, അതിന്റെ കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഈ റിസപ്ഷൻ എന്ന് പറയുന്നത് ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ ആണ്. അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ട്രോളി ബേ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ട്രോളി ബേ ചോദിക്കാറുണ്ട്. The proper space need for trolley bay is 3 meter square. ട്രോളി ബേക്ക് വേണ്ടത് എത്ര സ്പേസ് ആണ്? 3 meter square ആണ്. അതുപോലെ നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. The trolley is used for transportation of the dead body. ചോദിക്കാം, ട്രോളി ബേ അല്ലെങ്കിൽ ട്രോളി എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രോളി ബേസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. റിസപ്ഷനോട് തൊട്ടടുത്തായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഈ ട്രോളി ബേ ഉണ്ടായിരിക്കേണ്ടത്. ട്രോളി ബേയുടെ സ്പേസ് എന്ന് പറയുന്നത് എത്രത്തോളം വേണം? 3 മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ ട്രോളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് വെയിറ്റിംഗ് ഏരിയ. വെയിറ്റിംഗ് ഏരിയ നമുക്കറിയാലോ. The waiting area അല്ലെങ്കിൽ waiting room of 15 meter square is suggested for entry to visitors and relatives. ഇതിനു വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ഏരിയ ഉള്ളത് എന്ന് പറഞ്ഞേ. ഇതിനു വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ഏരിയ. വിസിറ്റേഴ്സിനോ റിലേറ്റീവ്സിനെ എന്ത് ചെയ്തിരിക്കാനായിട്ടാണ്? വിസിറ്റേഴ്സിനോ റിലേറ്റീവ്സിനൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഡെഡ് ബോഡീസ് കാര്യങ്ങള്, അതിന്റെ പ്രൊസീജിയർ, അതിന്റെ ഡോക്യുമെന്റേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിയുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ഏരിയ ഉള്ളത്. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് ഏരിയയുടെ സ്പേസ് എന്ന് പറയുന്നത് 15 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെന്താണ്? നെക്സ്റ്റ് ആണ് സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ അപ്പൊ എന്താണ്? ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്? ഈ സ്റ്റോറേജ് ചേംബറിലായിരിക്കും. ഇനി സൂക്ഷിച്ചു വെക്കുമ്പോ എന്താണ്? ടെമ്പറേച്ചറിൽ, 2 ടെമ്പറേച്ചറിലാണ് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. ടൈപ്പ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബർ. ഫസ്റ്റ് വൺ എന്താണ്? പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ. ഓക്കെ, രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ ഡെഡ് ബോഡീസ് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് എത്ര ഇതിലാണ്? ഡിഗ്രി സെൽഷ്യസിലാണ്. നോക്കിയേ, പോസിറ്റീവ് ടെമ്പറേച്ചർ നോക്കിക്കോളൂ കേട്ടോ. ഡെഡ് ബോഡി ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degrees Celsius and 4 degrees Celsius. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പോസിറ്റീവ് ടെമ്പറേച്ചറില് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് ചോദിക്കാറുണ്ട്. ഓക്കെ, 2 to 4 degree Celsius. ഓക്കെ, 2 degree to 4 degree Celsius ലാണ്. While this is usually used for kept bodies for up to several weeks. ഇനി പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമുക്ക് എത്ര കാലം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഡെഡ് ബോഡീസ്? പറ്റോ? കുറെ നാള് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, കുറച്ച് വീക്ക് മാത്രം അല്ലെ. അപ്പോഴേക്കും അതെന്ത് ചെയ്യും? ഡീകേ സംഭവിക്കും അല്ലെ, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ അല്ലെ. ഡീകേ സംഭവിക്കില്ലേ? ക്ഷയിച്ചു തുടങ്ങിയില്ലേ അത്? അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? പോസിറ്റീവ് ടെമ്പറേച്ചറില് കുറച്ച് വീക്സ്, സെവറൽ എന്ന് പറഞ്ഞാല് കുറച്ച് വീക്സ് മാത്രം നമുക്ക് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഇതെന്താണ്? ക്ഷയിക്കുന്നത് തടയുന്നില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഡീകേ സംഭവിക്കും, ക്ഷയിച്ചു തുടങ്ങും അല്ലെ. എന്താണ് പറയുന്നത്? നോട്ട് പ്രിവെന്റ് ഡീകേ, ക്ഷയിക്കുന്നത് തടയുന്നില്ല. which continues at a slower rate than at room temperature. room ടെമ്പറേച്ചറില് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു കഴിഞ്ഞാല് അത് കുറച്ച് കഴിയുമ്പോഴേക്കും സ്ലോവർ റേറ്റിലാണ് ഡീകേ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ചെയ്യുന്നത് അല്ലെ. ഡീകമ്പോസിഷൻ നടക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് സ്ലോവർ റേറ്റില് ക്ഷയിച്ചു തുടങ്ങും. ക്ലിയർ ആയോ? പോസിറ്റീവ് ടെമ്പറേച്ചർ. സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ക്ഷയിക്കുന്നത്, ഡെഡ് ബോഡീസ് ക്ഷയിക്കുന്നത്. ഡീകേ എന്ന് പറഞ്ഞാല് ക്ഷയം. ഓക്കെ, ക്ഷയിക്കുന്നത് തടയുന്നില്ല. അത് റൂം ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് വെച്ച് കഴിഞ്ഞാല് സ്ലോവർ റേറ്റില് ഡീകമ്പോസിഷൻ സംഭവിക്കും. ക്ലിയർ ആയോ? പോസിറ്റീവ് ടെമ്പറേച്ചറിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്?
ഡെഡ് ബോഡീസ് എങ്ങനെയാണ് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് 2 to 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതുപോലെ തന്നെ ഇത് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് കുറച്ച് നാളുകൾ വരും. മിസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം കേട്ടോ. പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും കുറച്ച് ഡിഫറൻസ് പറഞ്ഞു തന്നാല് നിങ്ങൾക്ക് അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞു തരാം. അപ്പോ എന്താണ് നമ്മള് പോസിറ്റീവ് ടെമ്പറേച്ചറിന്റെ കാര്യമാണ് പറഞ്ഞത്. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത് 2 to 4 ഡിഗ്രി സെൽഷ്യസിലാണ്. കുറച്ച് നാള് സെവറൽ വീക്കിലാണ് നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതെന്താണ് ഷെയ്ക്കുന്നത് തടയുന്നില്ല. ഡെഡ് ബോഡീസ് ഷെയ്ക്കുന്നത് തടയുന്നില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാൻ തുടങ്ങും? അഴുകാൻ തുടങ്ങും അല്ലെ, ഷെയ്ക്കാനായിട്ട് തുടങ്ങും. ഇനി നമ്മള് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ നമ്മള് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെയ്ക്കുന്നത് എങ്ങനെയാണ്? സ്ലോ റേറ്റിലാണ് ഇങ്ങനെ ഷെയ്ച്ച് തുടങ്ങുന്നത്. അതിന് ഡീകമ്പോസിഷൻ ഉണ്ടാകുന്നത് സ്ലോവർ റേറ്റിലാണ്. ഇത്ര വരെ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. നെഗറ്റീവ് ടെമ്പറേച്ചർ. ഡെഡ് ബോഡി അല്ലെങ്കിൽ ബോഡീസ് ആർ കെപ്റ്റ് അറ്റ് ബിറ്റ്വീൻ -15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മൈനസ് ആക്കണം കേട്ടോ. അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. -25 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങളെ പ്രിന്റിംഗിൽ അവിടെ മൈനസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ. അപ്പൊ എന്താണ്? ഡെഡ് ബോഡീസ് കെപ്റ്റ് ബിറ്റ്വീൻ -15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ്. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കാം. നെഗറ്റീവ് ടെമ്പറേച്ചർ ചോദിക്കാറുണ്ട്. Usually used at forensic institute, particularly when a body has been identified. At this temperature, the body is completely frozen, and decay is totally stopped. അപ്പോ നെഗറ്റീവ് ടെമ്പറേച്ചറില് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് എത്ര തൊട്ട് എത്ര വരെയാണ്? -15 to -25 ഡിഗ്രി സെൽഷ്യസിലാണ്. അതുപോലെ തന്നെ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മരണകാരണം അറിയാനായിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്? ഈ നെഗറ്റീവ് ടെമ്പറേച്ചറില് നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുമ്പോ അത് ഫ്രോസൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രോസൺ എന്താ? മരവിപ്പ് അല്ലെ? അത് മരവിപ്പിക്കും അല്ലെ? ഇങ്ങനെ നെഗറ്റീവ് ടെമ്പറേച്ചർ ആവുമ്പോ അത് മൈനസ് ഡിഗ്രിയിലായത് കൊണ്ട് അത് മരവിപ്പിച്ച് ഡെഡ് ബോഡീസ് അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷയിക്കുന്നത് ടോട്ടലി സ്റ്റോപ്ഡ് അല്ലെ? നല്ല രീതിയിൽ മരവിച്ച് ഡെഡ് ബോഡീസ് മരവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്, ക്ഷയിക്കുന്നത് സ്റ്റോപ്പ് ആവുന്നുണ്ട് അല്ലെ? ഓക്കെ, ക്ലിയർ ആയോ? ഡിഫറൻസ് ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടി പറയണോ? നെഗറ്റീവ് ടെമ്പറേച്ചർ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. ഇനി ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. പോസിറ്റീവ് ടെമ്പറേച്ചറിന്റെ ആദ്യം ഡിഫറൻസ് പറയുന്നത് എന്താണ്? എത്ര തൊട്ട് എത്ര വരെയാണ് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്? അത് പഠിക്കാൻ എന്തായാലും. എന്താണ്? 2 to 4 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ എന്താണ്? -15 to -25 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഡെഡ് ബോഡീസ് എത്ര നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും? എത്ര നാൾ സൂക്ഷിക്കാൻ പറ്റും? സെവറൽ വീക്ക് അല്ലെ? കുറച്ച് നാള് മാത്രം, ഫ്യൂ വീക്ക് മാത്രം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ അത് എന്ത് സംഭവിക്കും? ക്ഷയിക്കാനായിട്ട് തുടങ്ങും അല്ലെ? ഡീകേ സംഭവിക്കുന്നുണ്ട്, ഡീകമ്പോസിഷൻ ക്ഷയിക്കാൻ തുടങ്ങും. ഓക്കെ,
അത് ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് എത്ര നാള് സൂക്ഷിക്കാൻ പറ്റും ഡെഡ് ബോഡീസ്? ഒത്തിരി നാളല്ലേ? കുറെ നാള് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇത്ര മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കുറെ നാള് സൂക്ഷിക്കാം, ഡീകേ സ്റ്റോപ്പ് ആവും അല്ലെ? നല്ല രീതിയിൽ ഡെഡ് ബോഡി മരവിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ ക്ഷയം അല്ലെങ്കിൽ ഷേക്കില് സ്റ്റോപ്പ് ആവുന്നുണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 2 to 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ -15 to -25 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ പോസിറ്റീവ് ടെമ്പറേച്ചറില് കുറച്ച് നാള് സെവറൽ വീക്കിലാണ് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ. നെഗറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് കുറെ നാള് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും, ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ മനസ്സിലായോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ? ഇനി നെക്സ്റ്റ് ആണ് പോസ്റ്റ്മോർട്ടം റൂം. Postmortem room. The postmortem room is treated to be like an operation theatre in all technically. എന്താ പറയുന്നത്? എന്താ അങ്ങനെ പറയാൻ കാരണം? പോസ്റ്റ്മോർട്ടം റൂമും ഓപ്പറേഷൻ തിയേറ്ററും തമ്മിൽ എന്താ കണക്ഷൻ വരുന്നത്? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? പോസ്റ്റ്മോർട്ടം റൂമും വെരി ഗുഡ്. അവിടെ എന്താ നടക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും അതുപോലെ പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെഡ് ബോഡീസ് അല്ലെ കീറി മുറിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അതുകൊണ്ടാണ് സെയിം ആയിട്ട് അല്ലെങ്കിൽ ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോൾ സർജറി എങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ബോഡി കീറി മുറിക്കുന്നു. അതുപോലെ പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡ് ബോഡി കീറി മുറിക്കുന്നുണ്ട് അല്ലെ? സെയിം കൺസെപ്റ്റ് ആണ് വരുന്നത്. ഇനി നോക്കിയേ, the major difference between mortuary and operation theatre is that in OT almost care is required to avoid outside infection that enters inside, and the mortuary is need to make sure that inside infection does not spread out. എന്തായിരിക്കാം ഡിഫറൻസ് എന്ന് പറയുന്നത്? വായിച്ചപ്പോ എന്താ മനസ്സിലായേ? ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ ഒരാളെ സർജറി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് നിന്ന് രോഗാണുക്കള് അയാളുടെ ബോഡിയിലോട്ട് കടക്കാതിരിക്കാൻ നമ്മൾ നോക്കണം അല്ലേ? ഓക്കെ, സർജറി കഴിഞ്ഞ ആളുടെ ബോഡിയിലേക്ക് പുറത്ത് നിന്ന് രോഗാണുക്കള് അയാളുടെ ബോഡിയിലോട്ട് കടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്നത്. അതുപോലെ തന്നെ മോർച്ചറിയിലാണെങ്കിലോ ഡെഡ് ബോഡീസ് ഡീകേ അല്ലെ, ക്ഷയം സംഭവിച്ച് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ട് അണുക്കള് പുറത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ്. ക്ലിയർ ആയോ രണ്ട് ഡിഫറൻസും? മോർച്ചറിയിലാണെങ്കിൽ ആ ഡെഡ് ബോഡിയിൽ നിന്ന് അണുക്കള് പുറത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് പുറത്ത് നിന്ന് അണുക്കള് അയാളുടെ ദേഹത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ക്ലിയർ ആയേ? ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ? പോസ്റ്റ്മോർട്ടം റൂം ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, കുറച്ചുകൂടി ഉള്ളൂ പോയിന്റ്സ്. 7th point, office room for record keeping and processing. അപ്പോ മോർച്ചറിയിൽ എന്താണ്? ഒരു ഓഫീസ് റൂം വേണം അല്ലെ? ഓഫീസ് റൂമിൽ എന്തൊക്കെയാണ്? റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട്, അതിനെ പ്രോസസ് ചെയ്യുന്ന റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം അത്യാവശ്യമാണ്. ഇനി ഡോക്ടേഴ്സ് റൂം വേണം. സ്റ്റോർ റൂം എന്തായിരിക്കാം? എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം സ്റ്റോർ റൂം? സ്റ്റോർ റൂം
വെരി ഗുഡ്. എക്യുപ്മെന്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് അല്ലെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന എക്യുപ്മെന്റ്സ് വേണോ അല്ലെ, അതിന്റെ ഐറ്റംസ് ഒക്കെ അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സ്റ്റോർ റൂം അത്യാവശ്യമാണ്. ഇനി റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റന്റ്, അവർക്ക് അസിസ്റ്റൻസ് ഉണ്ടാവും, ടെക്നീഷ്യൻസ് ഉണ്ടാവും, അവർക്കും ഇത് വേണം, റൂം അത്യാവശ്യമാണ്. ഇനി ചേഞ്ചിങ് റൂം എന്തായിരിക്കാം? ചേഞ്ചിങ് റൂം എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. വെരി ഗുഡ്. ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെ, ഡോക്ടേഴ്സ് വരാം, അസിസ്റ്റന്റുമാരുണ്ടാവും, ടെക്നീഷ്യന്മാരൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, അവർക്കൊക്കെ എന്താണ്, ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേഞ്ചിങ് റൂം. ഇനി ടോയ്ലറ്റ്സ് അറിയാലോ. ഇത്രയും കാര്യങ്ങളാണ് മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഓക്കെ, ഇത്രയും വരെ നമുക്ക് എടുത്ത് നിർത്താം. ഇത്രയും വരെ വായിച്ച് പിടിച്ചിട്ട് വരാം കേട്ടോ. ഫങ്ഷണൽ ഏരിയാസിൽ ഏതൊക്കെയുണ്ട്? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, റിസപ്ഷൻ, ട്രോളി വേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ വെയിറ്റിംഗ് ഏരിയ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് സ്റ്റോറേജ് ചേംബർ, ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാനായിട്ട് എന്താണ് ചേംബർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പോസിറ്റീവ് ടെമ്പറേച്ചറിലും നെഗറ്റീവ് ടെമ്പറേച്ചറിലുമാണ് നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓരോ കാര്യങ്ങളും പഠിക്കണം. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റൂം അറിയാം നിങ്ങൾക്ക്. അതുപോലെ എന്തൊക്കെയുണ്ട്? ഓഫീസ് റൂം വേണം, ഡോക്ടേഴ്സ് റൂം ഉണ്ട്, സ്റ്റോർ റൂം, അതുപോലെ ടെക്നീഷ്യൻസിനും അസിസ്റ്റന്റിനും റൂം ആവശ്യമാണ്, ചേഞ്ചിങ് റൂം ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഇത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു. മനസ്സിലായില്ലേ നസീനക്ക്? പോസ്റ്റ്മോർട്ടം റൂം ആണ്, പോസ്റ്റ്മോർട്ടം റൂം അതല്ലേ നമ്മൾ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റൂം ആരെങ്കിലും മനസ്സിലായ ആരെങ്കിലും ഒന്ന് പറയോ? ശ്രീലക്ഷ്മി ഒന്ന് പറഞ്ഞു കൊടുക്കോ? അൺമ്യൂട്ട് ആക്കിയിട്ടോ, ഒന്ന് പറഞ്ഞു കൊടുത്തേ മനസ്സിലായത്. പോസ്റ്റ്മോർട്ടം റൂം ആർക്ക് പറയാൻ പറ്റും? ആരെങ്കിലും ഒരാള്? ശ്രീലക്ഷ്മി പറയുന്നുണ്ടോ? മിസ്സിന് ക്ലിയർ ആവുന്നില്ലല്ലോ. ആർക്ക് പറയാൻ പറ്റും? പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞാല് ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ അകത്തോട്ട് വരാതിരിക്കാനും, മോർച്ചറി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഇൻഫെക്ഷനുകൾ പുറത്തോട്ട് വരാതിരിക്കാനും ശ്രദ്ധിക്കണം. മനസ്സിലായോ? തിങ്ക് ചെയ്താൽ എന്താ നടക്കുന്നത്. താങ്ക് യു. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am. Thank you, miss.